പി ജി അച്ചടക്ക നടപടി ഉണ്ടായ സമയത്തൊന്നും ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ പാർട്ടിക്കെതിരായിട്ട്. പി ജി ഏത് കാലഘട്ടത്തിലും അച്ചടക്ക നടപടി ആയിരുന്നാലും സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്താലും സെൻട്രൽ കമ്മിറ്റിയിൽ എടുത്താലും പി ജിയുടെ പുസ്തകങ്ങളും വായിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. അതും അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. വീട്ടിൽ രാഷ്ട്രീയ ചർച്ച ഒന്നും ഉണ്ടാവാറില്ല. രാവിലെ ഇപ്പോൾ PKV പി ജിയുടെ സഹോദരിയുടെ ഹസ്ബൻഡാണല്ലോ. PKV MP ആയിരുന്നപ്പോൾ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ രാവിലെ വരാന്തയിൽ PG ഒരു പേപ്പർ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും, ഞാനൊരു പേപ്പർ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും, PKV ഒരു പേപ്പർ എടുത്തുകൊണ്ടിരിക്കും. പത്രങ്ങൾ വായിക്കും. അവരവരുടെ ജോലി നോക്കി അങ്ങ് പോകും. അല്ല അവിടെ രാഷ്ട്രീയ ചർച്ചയൊന്നും ഉണ്ടാവാറില്ല. അതൊന്നും അല്ല, ഞാൻ CP ജോണും സുരേഷ് കുറുപ്പുമായിരുന്നു. ശേഷമാണ് ഞാൻ SFയുടെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് പ്രസിഡന്റ് എടുക്കുന്നു. അപ്പോൾ വിജയരാഘവനെ സെക്രട്ടറി എടുക്കുന്നു. പിന്നെ അതിനുശേഷം നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് വിജയരാഘവൻ അഖില ഇന്ത്യ പ്രസിഡന്റായി മാറിപ്പോകുന്നു. ഞാൻ സെക്രട്ടറിയായി വരുന്നു. ജെയിംസ് മാത്യുവിനെ പ്രസിഡന്റായി എടുക്കുന്നു. പിന്നെ ഒരു ടേമും കൂടെ ഞാൻ സെക്രട്ടറി ആവുന്നു. ജെയിംസ് മാത്യു തന്നെ പ്രസിഡന്റായിരിക്കുന്നു. 3 ടൈം ഞാൻ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ആ സമയത്ത് സീതാറാം യെച്ചൂരി ആയിരുന്നു ഭാരവാഹി എന്ന് പറയുന്നത്. അങ്ങനെ യെച്ചൂരിയായിട്ട് നല്ല അടുപ്പത്തിലാണ്. ഈ കേരളത്തിൽ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പുവരുത്താനായിരുന്നു, കേരളത്തിലെ ഒരു സമരഭീഷണമായ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവസാനം തലപ്പത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു ഈ ശിവൻകുട്ടി. അപ്പൊ ഇന്ന് ഒരു മന്ത്രിയായി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഈ കാലങ്ങളിലത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എങ്ങനെയാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഇതില് നോക്കിക്കാണുന്നത്? വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണ്. അവരുടെ പ്രവർത്തനത്തിന് നിരോധിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ നമ്മൾ ക്യാമ്പസുകൾ ഒരു കാരണവശാലും കലാപകലുഷിതമാകാൻ വേണ്ടി പാടില്ല. സ്കൂൾ ക്യാമ്പസ് തിരഞ്ഞെടുപ്പൊക്കെ ആവശ്യമാണ്. ജനാധിപത്യ ബോധമെല്ലാം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കോളേജ് ക്യാമ്പസിൽ മത്സരം എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ മത്സരിച്ചാൽ, ഇപ്പോൾ ബാലേന്ദ്രമേനോൻ, അതുപോലെ നിരവധി ആൾക്കാർ, നമ്മുടെ പിന്നെ പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരൻ ലോ കോളേജിൻ്റെ ചെയർമാനായിരുന്നു. അപ്പം അങ്ങനെയുള്ള നിരവധി പ്രതിഭകൾ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കോളേജ് യൂണിയൻ്റെ ഭാരവാഹികളായിട്ട് പിന്നെ അവർ വേറെ രംഗത്ത് പോയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മത്സരം ആവശ്യമാണ് കോളേജുകളിൽ. മത്സരം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അതിന് യോഗ്യതയില്ലാത്തവർ കടന്നു വരുന്നതാണ്. ഇപ്പോൾ ഇലക്ഷനില്ല, നോമിനേഷൻ കൊടുക്കുകയാണ്. മാഗസിൻ എഡിറ്ററായിട്ട് മാഗസിനായിട്ട് യാതൊരു ബന്ധമില്ലാത്തവനായിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിദ്യാർത്ഥി സംഘടന രംഗം സ്കൂളിനും ആവശ്യം തന്നെയാണ്. ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ ഒരു LP സ്കൂൾ അല്ല UP സ്കൂൾ, അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. പോളിംഗ് ബൂത്തെല്ലാം നിർമ്മിച്ച് കുട്ടികൾ, ഇലക്ഷൻ ഏജൻറ്റ്, പിന്നെ നേതാക്കന്മാർ, എന്നിട്ട് കുട്ടികൾക്ക് വോട്ട്. ഞാനവിടെ നിന്ന് ഇതെല്ലാം വീക്ഷിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് അതിൽ ഒരാളെ തിരഞ്ഞെടുത്തു പ്രധാനമന്ത്രിയായിട്ട്. ഒരു ജനാധിപത്യ ബോധം കുട്ടികൾ വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ജനാധിപത്യപരമായും സമാധാനപരമായും മാതൃകാപരമായും നടത്തുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ ഒരു ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിരുന്നു, ചെറുവൈക്കൽ ഗ്രാമസ്വരാജ്യ ഗ്രന്ഥശാല. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ അത് പഞ്ചായത്ത് ഗ്രന്ഥശാലയാക്കി മാറ്റി. ഞാൻ ഒരു 3-4 വർഷക്കാലം ഞാൻ ആ സമയത്തെല്ലാം M മുകുന്ദൻ്റെയും കാക്കനാട്ടിൻ്റെയും പിന്നെ അതുപോലെ തന്നെ MDയുടെയും അതുപോലെയൊക്കെ ഉള്ള ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പിന്നെ അങ്ങനെ പുസ്തകങ്ങളോട് ശത്രുക്കളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ വായിച്ച് ഞാൻ ഇതിൻ്റെ ഒരാളായി ആണ് ഇങ്ങനെ എന്നുള്ള ഒരു സംഗതി വന്നിട്ടില്ല. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലൊരു 10-25,000 വരുന്ന പുസ്തകമുണ്ട് PGയുടെ.
അതിപ്പോൾ ഒരു ലൈബ്രറി ആക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ PG സംസ്കൃതി ഭവൻ നേതൃത്വത്തിൽ ലൈബ്രറി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് 20 സെൻറ്റ് ഭൂമി അനുവദിച്ചിട്ടുണ്ട് മേട്ടുക്കട. അവിടെ കെട്ടിടം കെട്ടിക്കഴിഞ്ഞാൽ ഈ പുസ്തകം എല്ലാം അങ്ങോട്ട് മാറും. അത്യപൂർവമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ PG സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുസ്തകങ്ങളാണ്. പാർവതിയെല്ലാം പറയും ഈ അവസാന കാലഘട്ടത്തിൽ പിന്നെ അസുഖമൊക്കെ ബാധിച്ച ശേഷം ആശുപത്രി കൊണ്ടുപോകുമല്ലോ. കൊണ്ടുപോയി ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി ചിലപ്പോൾ ഇരിക്കേണ്ടി വരും, 5-10 മിനിറ്റ് ഇരിക്കേണ്ടി വരും. അപ്പോൾ അസ്വസ്ഥനാവും. അപ്പോൾ അവിടെ കിടക്കുന്നൊരു പഴയ പേപ്പർ എടുത്ത് കൊടുത്താൽ അത് കഴിച്ച് വായിച്ച് 10 മിനിറ്റ് അങ്ങ് പോവും. അപ്പോൾ ഈ കക്ഷിക്ക് PG ലോകം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കേരള TV-യിൽ. നമ്മൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ഉള്ളൂരെന്നും കേശവാസനെന്നും അഞ്ചൂരെന്നും സ്റ്റാച്ചു എന്നും പറയുന്ന പോലെയാണല്ലോ ലോകത്തെ പറ്റി പറയുന്നത്. ലോകത്തെ ഓരോ രാജ്യത്തെ പറ്റി പറയുന്നത്. എന്നാൽ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ലോക രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളൂ. ഞാനാണെങ്കിൽ മേയറായ സമയത്ത് 10ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ തൊഴിൽ സമരങ്ങൾ ഇപ്പൊ കുറച്ചുനാള് വളരെ കുറവാണ്. അതിന്റെ കാരണം കേരളത്തിലെ തൊഴിൽ സാഹചര്യം നന്നായി എന്നുള്ളത് കൊണ്ടാണ്? തീർച്ചയായിട്ടും. അതായത് CPM-ന് മുതലാളിമാരോട് പണ്ടുള്ള ശത്രുത ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് ഇപ്പോൾ തൊഴിലാളികളുടെ ഒരു പുതിയൊരു ബോധം വന്നിട്ടുണ്ട്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും സമരവുമായി കൊടി പിടിക്കുന്ന ഒരു സംസ്കാരം മാറി. CIT ആ നിലപാടിൽ എടുക്കുന്നത്. തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കണം, അത് വ്യവസായം ഉണ്ടാവണം. ഇപ്പോൾ ബോണസ് തന്നെ, ബോണസ് സമരം ഒരു സ്ഥലത്തും ഇല്ലല്ലോ. അപ്പം ഞങ്ങളവരെ തൊഴിലാളികളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ, ഞാൻ CIT-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴും. ഞങ്ങളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ആ സ്ഥാപനം നിലനിർത്തുന്ന രൂപത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പം മിനിമം വേതനം ഇത്രയധികം ഉള്ള ഇന്ത്യയിൽ ഏക സംസ്ഥാനം കേരളമാണ്. പിന്നെ അതുപോലെ മിനിമം വേതനം നിശ്ചയിക്കുന്നതിനുള്ള കമ്മിറ്റി ഉള്ളത് സംസ്ഥാനം കേരളമാണ്. അപ്പം അതുകൊണ്ട് പൊതുവിൽ പിന്നെ സമരങ്ങൾ കുറവാണ്. പിന്നെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമാണല്ലോ. അതും നാട്ടിലെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പം ചുമട്ട് തൊഴിലാളികൾ പണ്ട് ഇവിടെ ചാലയിൽ കയറിയാൽ അവിടെ എല്ലാ കടകളുടെ മുമ്പിൽ ചുവന്ന കൊടി ഉണ്ടാവും. ഇപ്പം മുതലാളിയെ സഹായിക്കുന്ന നിലപാടാണ് തൊഴിലാളി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. CPM പണ്ട് ഈ മുതലാളിമാരെ ശത്രുതാപരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു സമീപനമായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇപ്പോഴേ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം? അന്ന് ഞങ്ങൾക്കൊരു ശത്രുതയില്ല. വെറുതെ ഈ പിന്നെ നമ്മുടെ ആൾക്കാർ പറഞ്ഞ കുറച്ച് പിന്നെ ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയും മറ്റവരെല്ലാം മുതലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആൾക്കാർ പറയുന്നതാ. ഞങ്ങൾക്കെന്താ ശത്രുത? ഒരു ശത്രുതയില്ല. ഇപ്പോഴേ പിന്നെ പല ബിസിനസ്സുകാർ പറയുന്നുണ്ട് ചിലപ്പോൾ കാര്യമൊന്നും നടക്കില്ല CPM-നെ സമീപിച്ചാൽ. ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. പക്ഷേ കാര്യം നടന്നില്ലെങ്കിലും വേറെ ചില ആൾക്കാരെ വേറെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കും, വേറെ പാർട്ടിക്കാരെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങളെല്ലാം ഞങ്ങൾ സഹായിക്കുന്ന നിലപാട് എടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായം ആരംഭിച്ച് ഇപ്പോൾ P. രാജീവ് മുൻകൈ എടുത്ത് നമ്മുടെ സമയത്താണല്ലോ. ഇപ്പോൾ ബിൽഡേഴ്സിൻ്റെ വിഷയം ഞങ്ങൾ ഇടപെട്ടിട്ടാണല്ലോ അവരുടെ പ്രശ്നങ്ങളിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ വ്യവസായ സ്ഥാപനങ്ങളും അത്തരം പിന്നെ കാര്യങ്ങളും അതേപോലെ സമ്പദ്ഘടന ഏറ്റവും പ്രധാനമായിട്ട് നിയന്ത്രിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യമായ താങ്ങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ബോണസ് ചർച്ച സാധാരണഗതിയിൽ ഞാനിപ്പോൾ 3 ബോണസ് ചർച്ചയിൽ പങ്കെടുത്തതാണ്. കയറ് കശുവണ്ടിയിൽ നിന്നും ബോണസ് ചർച്ച തീരില്ല, സമരമാണ്. അപ്പോൾ അതെല്ലാം തീരുന്ന ഒരു മട്ടിലെത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പണ്ട് ശത്രുതയില്ലായിരുന്നു. ഞങ്ങൾ ശത്രുക്കളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകളെ ശ്രമിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായി തീർന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഈ കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പാണ് സ്റ്റാച്യൂവിൽ ഒരു പ്രശ്നമുണ്ടായി. 12 തൊഴിലാളികളെ ഞാൻ നേരിട്ട് ഇടപെട്ട് സസ്പെൻഡ് ചെയ്യിപ്പിച്ചു. 1 മാസം പുറത്ത് നിർത്തി. അത് കേരളത്തിലാകെ അവർക്കൊരു ഇൻറ്റിമേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കൂലി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ചില സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണല്ലോ ഈ ഗിഗ് വർക്കേഴ്സ്. നമ്മളൊരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി പോവുക നിയമസഭയിൽ. രാജസ്ഥാനിലൊരു ബില്ലുണ്ട്, കേരളത്തിൻ്റെ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി പോവുക.
20,000-ഓളം വരുന്ന ഗിഗ് വർക്കേഴ്സ് ഉണ്ട്, ബോയ്സ് ആൻഡ് ഗേൾസ്. എല്ലാ ചെറുപ്പക്കാരാണ്, ക്വാളിഫൈഡാണ്. അവർക്ക് മുതലാളി അൻസീനാണ്, ആരാണെന്നറിയില്ല. അവർ ഒരുപാട് ചൂഷണത്തിന് വിധേയമാവുന്നു. അവർ പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ചെറുപ്പക്കാരും നല്ല നമ്മളെപ്പോലെ ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരെ പോലെ ഉള്ള ആൾക്കാർ ഈ വെയിലത്ത് ഏതെങ്കിലും ഒരു അടച്ചിട്ടാണ് കടയിലെ തിണ്ണയിൽ നിന്ന് പാവങ്ങൾ ഒരു കോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മൂത്രമൊഴിക്കാൻ പോകാൻ നിവൃത്തിയില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല, അത്രമാത്രം കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സെമിനാർ നടത്തി. പിന്നെ ഇറ്റലിയിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഉണ്ടായിരുന്നു. എൻ്റെ ലേബർ കമ്മീഷനായിരുന്ന പാണ്ഡ്യൻ IAS, ഇപ്പോൾ അയാൾ കളക്ടറാണ്, അയാൾ അയച്ചിരുന്നു. പിന്നെ ഇപ്പോൾ വാസുകി IAS ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ബില്ല് ഏതാണ്ട് ആയിക്കഴിഞ്ഞു. ചിലപ്പോൾ ഈ സെക്ഷനിൽ വരും, അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ വരും. ബില്ലിൽ ഇവർക്ക് പിന്നെ ഇപ്പോൾ ജോലി പ്രൊട്ടക്ഷൻ കൊടുക്കുക, ശമ്പളം നിശ്ചയിക്കുക, പിന്നെ അങ്ങനെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ല, അതിപ്പം പിന്നെ സ്വിഗ്ഗി അങ്ങനെ ഉള്ള കുറച്ച് സൊമാറ്റോ കുറച്ച് സ്ഥാപനങ്ങളാണല്ലോ. അവരിപ്പോൾ നമ്മളൊരു നിയമമെല്ലാം പാസ്സാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻ്റർനാഷണൽ ആയിരുന്നാലും അതൊക്കെ നമുക്ക് അവരെ അന്വേഷിക്കേണ്ടി വരുമല്ലോ. ഇപ്പം നമുക്കിപ്പം നമ്മുടെ പാവപ്പെട്ട തൊഴിലാളിക്ക് അൺസീനാണെങ്കിലും ഗവൺമെൻറ്റിന് അത് സീനായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. ഒരു ചോദ്യം സംശയമാണ്. ഈ തൊഴിലില്ലായ്മയുടെ ഒരു വിഷയം കേരളത്തിൽ ഇന്ന് തൊഴിലില്ലായ്മ ഒരു വലിയ ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇവിടെ വന്ന് ഇഷ്ടംപോലെ പണിയെടുക്കുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു തൊഴിൽ നമ്മൾ ഈ തൊഴിലിൻ്റെ സംസ്കാരത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സാമശിവൻ്റെ കഥാപ്രസംഗമുണ്ട്, വലിയ ഫേമസ് ആയിട്ടുള്ള കഥാപ്രസംഗം. അടിയന്തര സമയത്ത് ഇറക്കിയതാണ്. അതിൻ്റെ പേരിൽ അയാളെ പിടിച്ച് 10 മാസം ജയിലിലിട്ടതാണ്. അതിലയാളൊരു കഥ പറയുന്നുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അതായത് ഒരു സംഭവത്തിന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അമ്മയ്ക്ക് സുഖമല്ല. അങ്ങനെ മോൻ്റെ പറഞ്ഞു, മോനെ ചെന്ന് പൈപ്പിൽ ചെന്ന് വെള്ളം എടുത്തുണ്ടാൻ പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, സാമ്പത്തികം അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര വിറ്റായിരിക്കും, ഞാൻ SLC പാസ്സായാണ്, അതുകൊണ്ട് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോകില്ല. അതേപോലെ മുമ്പ് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. ഇപ്പോൾ അവർക്കൊന്നും വയ്യ. ഇപ്പം നമുക്ക് പാരമ്പര്യ ജോലികൾ ചെയ്യാൻ വേണ്ടി ആരെയും കിട്ടുന്നില്ല. പിന്നെ കൊത്തപ്പണിക്കാളിനെ കിട്ടുന്നില്ല, മരം കയറാൻ വേണ്ടി ആളിനെ കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരു കൂട് തെങ്ങുണ്ടെങ്കിൽ കയറി ഇറങ്ങണമെങ്കിൽ 50 ഉറുപ്പിക കൊടുത്താലേ ഒരു തേങ്ങ തറയെന്ന് വീഴുള്ളൂ. അതുകൊണ്ട് ആരും ഇപ്പം തേങ്ങ വെട്ടാറില്ല. അപ്പം നമുക്ക് ഈ IT-യിലൊക്കെ തന്നെ ഇത്തരം അധിഷ്ഠിത കോഴ്സുകൾ ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അതിനെപ്പറ്റി ആലോചിക്കുന്നു. IT എൻ്റെ വകുപ്പിൽപ്പെട്ടതാണ്. പണിക്ക് ആളിനെ കിട്ടുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരെ പേര് മാറ്റമാണ്, അന്യസംസ്ഥാനമല്ല, അതിഥി തൊഴിലാളികൾ, അവർ പണി മുടക്കിയാൽ നിർമ്മാണ മേഖല നിൽക്കും. ഇപ്പോൾ ഏത് ഹോട്ടലിൽ ചെന്ന് നോക്ക്, അവിടെ എല്ലാം അവരിലും ഉണ്ടല്ലോ, ഉള്ളൂ വീടുകളിലുള്ളവരാണ്.